നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ഇന്ത്യനെ മുറിയിലേക്ക് കൊണ്ടുവന്ന ഋതുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ ഋതു നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് സേതുവിനോടും പല്ലവിയോടും ഒക്കെ. സേതുവും പല്ലവിയൊക്കെ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഋതു അതൊന്നും അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഇന്ദ്രനാണെങ്കിൽ ആ ബെഡിലേക്ക് ഒറ്റ കിടപ്പ് കിടക്കുന്നേ. എനിക്ക് ഉറങ്ങണമെന്നും പറഞ്ഞിട്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോ ഋതുവിന് സഹിച്ചില്ല. ഋതു സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട എന്താ ഇത് എന്ന് ചോദിച്ചു. എനിക്ക് പറ്റില്ല, ഇവനീ മുറിയിലുണ്ടെങ്കിൽ എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, ഒന്ന് ക്ഷമിക്കുക, അവൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. എങ്ങനെ എങ്ങനെ ക്ഷമിക്കണം എന്നാ പല്ലവി നീ പറയണേ? എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ കഴിയാനായിട്ട്. ഇവൻ ചെയ്ത ക്രൂരതകള് നിങ്ങൾ മറന്നാലും എനിക്ക് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. ഞാൻ അത്രമാത്രം അനുഭവിച്ചു കഴിഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, ഋതു ഞാൻ പറയുന്നൊന്നും നീ വിശ്വസിക്കുക. ഒരു പക്ഷെ ദൈവമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ചാൻസ് തന്നിരിക്കുന്നേ അവനെ നന്നാക്കാനായിട്ട്. അതുകൊണ്ടല്ലേ എൻ്റെ മുന്നിലേക്ക് തന്നെ അവൻ വന്നു പെട്ടത്. എനിക്ക് ഉറപ്പുണ്ട് ഈ തവണ അവനെ നന്നാക്കാൻ സാധിക്കുന്ന. ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ തിരക്കിയിരിക്കുന്ന. അപ്പൊ ഡോക്ടർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ആ രീതി ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവനെ നന്നാക്കാൻ സാധിക്കുന്നതു. നീ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, ഇനിയിപ്പൊ സേതുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്കൊരിക്കലും ഇവിടെ ഉൾക്കൊള്ളാണ്ട് സാധിക്കില്ല. ഇവൻ ചെയ്ത ക്രൂരതകള് ഞാൻ മറക്കണമല്ലേ? ഇവൻ എന്നോട് മാത്രമല്ലോ, സേതുവേട്ടനോടും പല്ലവിയോടും ഒക്കെ എന്തൊക്കെ ചെയ്തു. അന്ന് പല്ലവി പറഞ്ഞ ഓരോ കാര്യങ്ങള്, പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ട് കിടന്നിട്ട് കൂറക്കം വലിച്ചു കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. ഇന്ദ്രന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പോരാത്തേനെ നല്ല പൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് കണ്ടു കഴിഞ്ഞപ്പോ ഒട്ടും സഹിച്ചില്ല ഋതുവിന്. ഋതു ഭ്രാന്തെടുത്ത പോലെ ഓരോന്നൊക്കെ വിളിച്ചു പോവാണ്. അപ്പോഴേക്കും സേതു കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. എങ്ങനെയെങ്കിലും അവനെ നന്നാക്കി എടുക്കാനായിട്ട് ഞാനൊന്ന് ശ്രമിച്ചോട്ടെ. ഒരവസരം നീ എനിക്ക് താ. ഇത് കൂടുതലൊന്നും പറയാനില്ലെന്നും പറഞ്ഞ് സേതു മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും പല്ലവി ഋതുവിനോട് പറഞ്ഞു, ഋതു നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ദൈവത്തെ ഓർത്ത് ഞങ്ങൾ പറയുന്ന ഇന്ന് അനുസരിക്കാൻ പറഞ്ഞു. അവന്റെ കിടപ്പ് കണ്ടില്ല. അവനെ ഇന്ന് ഞാനെന്നും പറഞ്ഞുകൊണ്ട് ആ ബെഡ്ഷീറ്റ് സഹിതം വലിച്ചിങ് എടുക്കാൻ തുടങ്ങണം. അവനെ താഴേക്ക് തള്ളിയിടാനായിട്ടുള്ള ഭാവമായിരുന്നു ബെഡേന്ന്. അപ്പോഴേക്കും പല്ലവി കയറി പിടിച്ചു. ഋതു നീ എന്ത് പരിപാടിയെ കാണിക്കണേ? ഇങ്ങനൊന്നും കാണിക്കല്ല. അവനവിടെ കിടക്കട്ടെ, അവനിപ്പൊ ശല്യപ്പെടുത്താൻ പോകണ്ടെന്ന് പറഞ്ഞു. ഇതാ പല്ലവി എന്നെ വെറുതെ ഭ്രാന്ത് പിടിക്കലെന്ന് പറഞ്ഞ് ഋതു അവിടെ ഇരിക്കുവാണ്. ആ സമയത്ത് പല്ലവി പറഞ്ഞു, എന്താ ഋതു, ഒന്നുമല്ലേലും അവന്റെ ഒരു കുഞ്ഞ് നിന്റെ വയറ്റിലില്ലേ? എന്നിട്ടാണ് നീ ഇങ്ങനെ കിടന്ന് പറയണേ? അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ? നിന്റെ വയറ്റ് വഴുത് കുഞ്ഞിന് അച്ഛനില്ലാതായി പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അവൻ എന്ത് സംഭവിച്ചാലും എനിക്കെന്താ പല്ലവി? എനിക്ക് അവനെ കണ്ണെടുത്താൽ കാണത്തില്ല. അവൻ മരിക്കുവാണെ മരിക്കട്ടെ, അല്ലെങ്കിലും എന്റെ വയറ്റ് വഴുന്ന കുഞ്ഞിന് ഇനി അധികം നാൾ ആയുസുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. നിന്നോടായതോട് തുറന്നു പറയാലോ, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിനെ ഇല്ലാതാക്കാനായിട്ട് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. അത് കേട്ട പല്ലവി ഞെട്ടലോടുകൂടി ഋതുവിനെ നോക്കി എന്നോട് ചോദിച്ചു, നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പോയത് അതിനു വേണ്ടിയിട്ട് മാത്രം. എനിക്ക് ആ കുഞ്ഞിനെ വേണ്ട. അതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല. എനിക്ക് ആ കുഞ്ഞിനെ വളർത്താനും താല്പര്യമില്ല. ഈ കിടക്കുന്ന അസുര വിത്തിന്റെ അല്ലേ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു. പല്ലവിക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. പല്ലവി അത് ഒട്ടും പ്രതീക്ഷ കാര്യമല്ല. പല്ലവി പിന്നീട് ഋതുവിനെ ഉപദേശിക്കുന്നുണ്ട്, നീ ദൈവത്തെ ഓർത്ത് ഒന്ന് സമാധാനമായിട്ടിരിക്കുക. നമുക്ക് എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാം. അതും പറഞ്ഞിട്ടാണ് പല്ലവി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അങ്ങനെ പല്ലവി സേതുവിന്റെ അടുത്തേക്കുന്നു. സേതുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. സേതുവേട്ടാ, അവള് രണ്ടും തീരുമാനിച്ച നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. അത് കേട്ടപ്പോ സേതു പറഞ്ഞു, നീ ഒന്ന് സമാധാനപ്പെട്. അവളുടെ സ്ഥാനത്ത് ആർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റില്ല ഈ കാര്യങ്ങളൊന്നും. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക. അവൾക്ക് പെട്ടെന്നൊരു മനമാറ്റം ഉണ്ടാകുന്ന പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ പറഞ്ഞത് എന്നെപ്പോലെ നിന്നെപ്പോലെ ഒന്നുമല്ലല്ലോ അവൾക്ക് വാശിയും വൈരാഗ്യബുദ്ധിയും കുറച്ച് കൂടുതലാ. അവളോട് ദ്രോഹം ചെയ്തവരെയൊന്നും അവള് വിടാൻ കൂട്ടാക്കില്ല എന്ന് പറഞ്ഞു. എന്നാലും സേതുവേട്ട, ഒരു പക്ഷെ അവനെ നന്നാക്കാൻ ഒരു അവസരം കിട്ടിയതല്ലേ? അതൊക്കെ ശരിയാ, എനിക്ക് മനസ്സിലാവും. നിനക്കും അറിയാം, എനിക്കും അറിയാം ആ കാര്യങ്ങളൊക്കെ. പക്ഷെ അത് അവൾക്ക് മനസ്സിലാണ്ടേ? ഇവൻ ചെയ്ത അങ്ങനത്തെ നിസ്സാര കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, ഇനി എന്താ ചെയ്യണ്ടേ? നീ ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. റിസ്ക് എടുത്താൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ശരി, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് സേതു കുളിക്കാനായിട്ട് അങ്ങോട്ട് കയറി. കുളിയെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി സേതുവിനും വിളിച്ചുകൊണ്ട് പോയി ആഹാരം കൊടുക്കുകയാണ്. അതിനുശേഷം
സേതു വന്നു. സേതു വന്നിട്ട് എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പല്ലവി പറഞ്ഞു ഞാൻ അവളെ ഒന്ന് നോക്കിയിട്ട് വരാം ഋതുവിനെ എന്ന് പറഞ്ഞു. ആ സമയം ഋതുവിന് മുറിയിൽ പോലും ഇരിക്കാൻ തോന്നിയില്ല. ഋതു എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ ഹാളിലേക്ക് ചെല്ലുവാണ്. അവിടെ ആ സെറ്റിയിലേക്ക് കൊണ്ടിട്ടു നാശം പിടിക്കാനായിട്ട്. അവൻ വന്നുകൊണ്ട് തനിക്ക് മുറിയിൽ പോലും കിടക്കാൻ പോലും പറ്റില്ല. അവനുള്ളിടത്ത് എനിക്ക് കിടക്കാൻ പറ്റില്ല. അവന്റെ സ്വഭാവം എന്നിട്ട് പറയാൻ പറ്റില്ല. രാത്രി തന്നെ ചിലപ്പോൾ തല്ലിക്കൊല്ലും അവന്. അങ്ങനെ സെറ്റിയെ പോയിരുന്ന് വിങ്ങിപ്പൊട്ടി കരയുവാണ്. തനിക്ക് തന്റെ വിഷമങ്ങളൊന്നും പറയാനായിട്ട് ആരുമില്ല എന്നൊരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ. ആ സമയം പല്ലവി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. പല്ലവി ഈ കാഴ്ച കണ്ടു. പല്ലവി ഋതുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്താ ഋതു, നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? പിന്നെ അവൻ കിടക്കുന്നിടത്ത് ഞാൻ പോയി കിടക്കണമെന്നാണോ പറയണേ? അതൊന്നും നടക്കുന്ന കാര്യമില്ല എന്ന് പറഞ്ഞു. ഋതു, ഞാൻ പറയുന്നത് നീ ഒന്ന് അനുസരിക്കേ. ദേ, നിനക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചു. എങ്ങനെയാ പല്ലവി, നീ എന്താ പറയണേന്ന് ചോദിച്ചു. എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ സഹിക്കാവുന്ന ഒരു മാക്സിമം സഹിച്ചെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യാം, അവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേ സേതുവിനോട് ഞാൻ പറയാം പുറത്തു വന്ന് ഇവിടെ കിടന്നോളാം. ഈ എൻ്റെ ഒപ്പം മുറി വന്ന് കിടന്നോളാൻ പറഞ്ഞു. അതൊന്നും ശരിയാകത്തില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല. അന്ന് നീ ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ കൂടെ അമ്മയുടെ അടുത്ത് പോയി കിടക്കാൻ പറഞ്ഞു. ആ ദിനം ഋതുവിന് സമ്മതമായിരുന്നില്ല. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ട് കുടിക്കോളാം, ഈ വീട്ടിൽ ഞാനാണല്ലോ ഒരു അധികപ്പറ്റെന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു വിധത്തി പല്ലവി ഋതുവിനെ ഒന്ന് പറഞ്ഞൊന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. ഒരവസരം കൂടെ നീ ഇനി നിന്നോട് ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയത്തില്ല. ഇന്ദ്രൻ ചിലപ്പോൾ നന്നാവില്ലോ നോക്കട്ടെ, നീ എടുത്ത് ചാടി ഒരു തീരുമാനം ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പല്ലവിയെ കെട്ടിപ്പിടിച്ച് ഋതു കരയുവാണ്. പല്ലവി ഋതുവിനെ ആശ്വസിപ്പിച്ചു, സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ്. ആ സമയം സേതു പതുക്കെ കിടന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് ലക്ഷ്മിയമ്മ മുറിയിലേക്ക് വരുന്നത്. ലക്ഷ്മിയമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു സേതുവിന്റെ കാര്യം ഓർത്തിട്ട്. താൻ അവനോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തേ. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം തന്റെ മോന്, അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അവനോട് മാപ്പ് പറയണം, കാര്യത്തൊട്ട് ക്ഷമ ചോദിക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ലക്ഷ്മിയമ്മ സേതുവും പല്ലവിയും കിടക്കുന്ന മുറിയിലേക്ക് വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല്ലവിയെ കണ്ടില്ല. ഒരു രക്ഷപ്പെട്ടു. പല്ലവി ഇല്ലല്ലോ. ഒരു പക്ഷേ എങ്കിൽ പല്ലവി സേതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാ അവനോട് മാപ്പ് പറയണേ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ വന്ന് നേരെ സേതുവിന്റെ കാലിലേക്ക് തൊട്ട് ക്ഷമ ചോദിക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയം പല്ലവി അങ്ങോട്ടേക്ക് വരുന്നേ. പല്ലവി ഈ കാഴ്ച കണ്ടു. പല്ലവി പെട്ടെന്ന് അവിടെ നിന്നോട് മാറി. കാരണം ലക്ഷ്മിയമ്മ സ്നേഹിക്കുന്നുണ്ട് സേതുവിനെ. ഇപ്പോഴാണ് സേതുവേട്ടനെ ശരിക്കും ലക്ഷ്മിയമ്മ തിരിച്ചറിയുന്നത്. പക്ഷേങ്കിൽ സേതുവേട്ടനാ ഇപ്പൊ ലക്ഷ്മിയമ്മയുടെ ദേഷ്യത്തില. സേതുവേട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ മനസ്സ് നിറയെ ലക്ഷ്മിയമ്മയോടുള്ള സ്നേഹമുണ്ട്. പക്ഷെ അതിപ്പോ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അമ്മാതിരിയുള്ള പ്രകടനങ്ങളൊക്കെ ആയിരുന്നല്ലോ ലക്ഷ്മിയമ്മ മുമ്പ് സേതുവേട്ടനോട് കാണിച്ചേ. ലക്ഷ്മിയമ്മയും മേലെടുത്ത് വേണുഗോപാലൻ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഇപ്പോഴും സേതുവേട്ടൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് അറിയില്ലല്ലോ. പിന്നീട് ലക്ഷ്മിയമ്മ അങ്ങനെ ക്ഷമാപണമൊക്കെ നടത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ആ സമയം പല്ലവി മുറിയിലേക്ക് വന്നു. സേതു ഇതൊന്നും പക്ഷെ അറിയുന്നുണ്ടായിരുന്നില്ല. പല്ലവിക്ക് ശരിക്കും സങ്കടം വന്നു. കാരണം ഒരു സമയത്ത് അവർക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു സേതുവിനോട്. പക്ഷെ ഇപ്പൊ അതിന്റെ ഇരട്ടിയായിട്ട് പശ്ചാത്താപിക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പം പല്ലവി പതിവ് പോലെ എഴുന്നേറ്റ് സേതുവിനെ വിളിക്കുകയാണ്. സേതുവിനെ വിളിച്ചിട്ട് സേതുവിനോട് കാര്യങ്ങൾ പറയാണ്. സേതുവേട്ട, എന്നാലും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയോ? അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് യോഗ ചെയ്യിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യിക്കണം. അതൊക്കെ സേതുവിന്റെ ഡ്യൂട്ടിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, അല്ല പല്ലവി, അത് പിന്നെ ഞാൻ. സേതുവേട്ട, നമ്മളൊരു കാര്യം തീരുമാനിച്ചായിരിക്കണം. അതിന് മാറ്റം ഉണ്ടാകാൻ പാടില്ല. അവനെ നന്നാക്കണം. അത് ഏത് വിധേനയാണെങ്കിലും. അറിയാലോ, ഋതുവിന്റെ ജീവിതമാണ്. പിന്നെ അവൾ ഇന്നലെ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വളർത്താൻ അവൾക്ക് താല്പര്യമില്ല. അതിനെ അവൾ അബോർട്ട് ചെയ്യാൻ പോകുന്നൊക്കെ അത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അറിയാലോ, അവൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒറ്റബുദ്ധി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കുഞ്ഞിനെ മാത്രമല്ല അവളെയും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ പറഞ്ഞു. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിയും ചേർന്ന് ചില പ്ലാനുകളൊക്കെ നടത്തുവാണ് ഇതിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്ന നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.